ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. UDF-ലേക്ക് പോകുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ്. ഒരു ചർച്ചയും ആരുമായും നടത്തിയിട്ടില്ല. എവിടെയാണ് ചർച്ച നടന്നതെന്നും ആരുമായാണ് ചർച്ച നടത്തിയതെന്നും പറയണം. കേരള കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്ന നീക്കത്തിന്റെ ഭാഗമാണിതെന്നും സ്റ്റീഫൻ ജോർജ് 24-നോട് പറഞ്ഞു. ഈ വാർത്തയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഇങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് കേരള കോൺഗ്രസ് പാർട്ടി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ വലിയൊരു സമരം നടന്നല്ലോ കഴിഞ്ഞ ദിവസം റബ്ബർ ബോർഡിന് മുമ്പിൽ. അതൊരു വലിയ ജനകീയ സമരമായിരുന്നു. ഒരു വലിയ പങ്കാളിത്തം ഉണ്ടായി. അതെല്ലാം വെച്ച് നോക്കിയപ്പോൾ ചെറിയ ആൾക്കുണ്ടായ ഒരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ വാർത്ത പടച്ചുവിട്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ചർച്ച ഒരു സ്ഥലത്ത് നടന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു വാർത്ത അവിശ്വസനീയമായ ഇല്ലാത്ത ഒരു വാർത്ത സൃഷ്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആരോ കേരള കോൺഗ്രസിനെ തകർക്കാൻ നടന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി ചേർന്നു. ടോബി, അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്ന രീതിയിൽ വാർത്തകൾ, അതിന് പിന്നാലെ UDF-ലേക്ക് പോയേക്കുമെന്ന ചില വാർത്തകൾ ചില ഇടങ്ങളിൽ നിന്ന് വരുന്നു. ഈ ആരോപണങ്ങളെ, ഇത്തരം വാർത്തകളെ പൂർണ്ണമായി തള്ളുകയാണ്. എന്താണ് സ്റ്റീഫൻ ജോർജ് നമ്മോട് പറഞ്ഞത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് തന്നെയാണ് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു വെക്കുന്നത്. അതായത് കേരള കോൺഗ്രസ് LDF-നൊപ്പം ദൃഢമായി ഉറച്ചു നിൽക്കുകയാണ്. നിലവിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും തങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ചർച്ച നടത്തേണ്ട സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ചർച്ചകൾ നടത്തി എന്ന് പറയുന്നവർ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരണം. ആരോട് ചർച്ച നടത്തി, എവിടെ ചർച്ച നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയണം. അല്ലാതെ ഊഹിച്ചുള്ള വാർത്തകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒരു തരത്തിലും തങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, UDF-ൽ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ നിലപാട് മയപ്പെട്ടു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്റ്റീഫൻ ജോർജ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ അവരെ UDF-ൽ നിന്നും ചവിട്ടി പുറത്താക്കുകയായിരുന്നു. അന്ന് തന്നെ ചിലർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് പിന്നിൽ നിന്ന് കളി കണ്ടവരാണ് ഇപ്പോഴത്തെ ഈ നീക്കത്തിന് പിന്നിലുള്ളത് എന്നൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ UDF-ൻ്റെ നിലപാടും പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ നിലപാടിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോട് അത് പ്രതികരിക്കുകയും ചെയ്തതാണ്. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസിൻ്റെ കാര്യം ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ കാര്യങ്ങൾ എല്ലാം ഒന്ന് പാകമായി വരട്ടെ, അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. അതായത് കോൺഗ്രസിന് നേരത്തെയുള്ള നിലപാടിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ മധ്യ കേരളത്തിലടക്കം വലിയ ശക്തിയായ ഒരു വിജയം നേടണമെങ്കിൽ അതിന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൂടി ഒരു പിന്തുണ UDF-നും പ്രത്യേകിച്ചും കോൺഗ്രസിനും ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചർച്ചകൾ പുറത്തേക്ക് വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.